അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനെ പറ്റിയിട്ടും പിന്നെ കുറച്ച് എന്താ പറയുക പോസിറ്റീവ് തിങ്സിനും പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മെൻ്റലായിട്ടുള്ള സ്ട്രഗിൾസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഓരോ ആൾക്കാർക്കും അവരവരതായുള്ള ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവരവൻ്റെ വിഷമം അല്ലെങ്കിൽ എൻ്റെ വിഷമം അത് നമുക്കറിയുള്ളൂല്ലോ, അത് നമുക്ക് എത്രത്തോളം അതിനെ എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. വേറെ ആരോട് പറഞ്ഞു കൊടുത്താലും അവർക്കത് ശരിയാണ് കേൾക്കാൻ പറ്റും എന്നല്ലാതെ നമ്മൾ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആയം ഒരിക്കലും മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരാളുള്ളൂ, അതാണ് നമ്മുടെ അള്ളാഹ്. ഞാൻ പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. കാരണം എന്താ പറയുക, എനിക്ക് ആ ഒരു ഫീൽ ഉണ്ടായതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസം പിറ്റേന്നും അന്നും ഭയങ്കരമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യും കേട്ടോ. കാരണം അന്ന് നമ്മൾ ദുആ ചെയ്യണത് എപ്പോഴാണ് സ്വീകരിക്കാമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ വർഷങ്ങളെടുക്കാം, മാസങ്ങളെടുക്കാം, ദിവസങ്ങളെടുക്കാം. എന്നാലും നമ്മൾ ദുആക്കുള്ള ഉത്തരം അള്ളാഹ് തരുമല്ലോ. അപ്പോൾ ദുആ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ ഒരിക്കലും ദുആ സ്കിപ്പ് ചെയ്യരുത്. എനിക്കത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയാണ്, വല്ലാത്ത ഇടങ്ങേറാണ്, എനിക്കിതിനൊരു മോചനമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കാതെ ദിനം നമ്മളത് തുറന്നുകൊണ്ടേ ഇരിക്കുക. വെള്ളിയാഴ്ച ഒരുപാട് ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് മഹത്വങ്ങളുള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ നല്ല നല്ല ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹിനോട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ നമ്മളൊരുപാട് ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു ഉത്തരം കിട്ടാൻ നല്ല ചാൻസുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അത് അന്ന് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നതും അതിൻ്റെ രാവൊക്കെ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ കഹ്ഫ് ഇത് ഓതുക. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് വേറെ ഒന്നും പറയാൻ പോകുന്നത് സൂറത്തുൽ യാസീനെ പറ്റിയിട്ടാണ്. 21 യാസീനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ്സാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നമ്മൾ 21 യാസീൻ ഓതി അല്ലേ, നമ്മൾ അള്ളാഹുവിലേക്ക് അത്രയും തവക്കുൽ ചെയ്തിട്ട് നമ്മൾ സൂറത്ത് ഓതുമ്പോൾ ധൃതിയിലും ഓതിയിട്ട് അതിൻ്റെ അറഫുകളും ഇതൊന്നും ശ്രദ്ധിക്കാതല്ല, അത്രയും നല്ല വൃത്തിയിൽ നമ്മൾ ഓതാൻ ശ്രമിക്കണം. പെട്ടെന്ന് ഓതി കാര്യം കഴിക്കാന്നല്ല, നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്തിട്ട് തന്നെ നമ്മളെ ഡ്രീം എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുള്ളത് അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം ഖുർആൻ ഓതാൻ. അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓരോ ഓത് കഴിയുമ്പോഴും ഓരോ ആസിന് ഓതി കഴിയുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ അത്രയും എനിക്കത് വേണമെന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ട് നമ്മളത് ദുആ ചെയ്തിട്ട് നേടിയെടുക്കുക. നമ്മൾ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ചെറിയതായാലും വലുതായാലും എനിക്ക് ഇതേപോലെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കോൺഫിഡൻ്റായിട്ട് നിങ്ങളോട് പറയുന്നത്. നമുക്ക് എന്തായാലും പറ്റും. ഖുർആൻ ഓതാൻ അറിയാത്തതായിട്ട് ആരുമില്ലല്ലോ. പിന്നെ ഖുർആൻ ഓതാന്ന് പറയുന്നത് അതിൻ്റെ രസം അത് വേറെ തന്നെയാണ്. എത്ര നമ്മൾ ഫോൺ നോക്കിയിരുന്നാലൊന്നും കിട്ടില്ല. നമ്മൾ അത്രയും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു എഴുത്തം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അറഫുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായി ഓതുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഖുർആൻ ഓത്തൊക്കെ കേൾക്കാമല്ലോ, ഒരുപാട് അറബികൾ ഓതുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഓതിയാലും അള്ളാഹിൻ്റെ അത്രയും കൂലിയും കിട്ടും കേട്ടോ. ഒരു അള്ളാഹിൻ്റെ ആ ഒരു മിറാക്കിളായുള്ള ഒരു സംഭവം നമ്മൾ അത്രയും വൃത്തിയിൽ ഓതുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ അതും കിട്ടും, നമ്മൾ ആഗ്രഹങ്ങളും നടക്കും. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കെല്ലാവരും കഴിയുകയാണെങ്കിൽ നിങ്ങളും ഒന്ന് ഓതി നോക്കുക 21 യാസീന് വെള്ളിയാഴ്ച ദിവസം. എത്ര ദിവസം നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നോ അത്ര ദിവസം നിങ്ങൾ ഓതുക. ചിലർ പറയുന്നുണ്ട് 7 ദിവസം ഓതുക, ഒരു വെള്ളിയാഴ്ച തൊട്ട് അടുത്ത വെള്ളിയാഴ്ച വരെ ഓതുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു കാര്യം ഒപ്പീനിയൻ പറയണത് എല്ലാവർക്കും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനുഷ്യന്മാരല്ല, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദിവസം വരും. അപ്പോൾ നമുക്ക് പറ്റുന്ന ദിവസം എല്ലാ ദിവസം നമുക്ക് ഓതാൻ പറ്റണേ പീരീഡ്സ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് മനുഷ്യന്മാരല്ലേ നമ്മൾ. എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നമ്മളെ മനസ്സിലാണ് ഒന്നാമത്തേത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓതണം എന്നുള്ളവർക്ക് ഓതട്ടോ, അങ്ങനെ പറ്റുന്നവർക്ക് ഓതാം. നമുക്കത് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ലത്. എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഓതണം, അപ്പോൾ എനിക്കത് നടക്കില്ല എന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് പറ്റുന്ന ദിവസം ഓതുക, അങ്ങനെ ഓതിയാലും കിട്ടും. നമ്മളെ മനസ്സിലും നമ്മളെ പഠിച്ചവൻ്റെ മുമ്പിലെ തവക്കലുമാണ് പഠിച്ചവന് സ്വീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയണേ, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓതിയിട്ടുമില്ല. പക്ഷേ എനിക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുകളെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഓതും, ചിലപ്പം അടുത്ത ദിവസം പറ്റില്ല, പിന്നെ അതിൻ്റെ അടുത്ത ദിവസം പറ്റുക നമുക്ക് ഓതാൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ മനസ്സിൻ്റെ തവക്കൽ പോലെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ഇതിൻ്റെ ശക്തി പോലെ ഇരിക്കും. നമ്മൾ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യണത് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ കണ്ണാടി നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മളെ തന്നെ കാണാൻ കഴിയും. അതേപോലെയാണ് ഈ ഒരു കാര്യം. നമ്മൾ നല്ലപോലെ ഇരുന്ന് നമുക്ക് കിട്ടും എന്നുള്ള മനസ്സിലിരുന്ന് ആ ഖുർആൻ്റെ മുമ്പിൽ ഇരുന്ന് നന്നായിട്ട് ഓതുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്കത് കിട്ടും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു തോട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ആദ്യം ഞാൻ ഓതി, ഇതേപോലെ ഒരാഴ്ച ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അന്ന് ഓതി. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടി. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായിട്ടോ. പിന്നെ എനിക്ക് എന്ത് ഇടങ്ങറുണ്ടെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ഇടങ്ങറുകൾ ഇപ്പോഴില്ല എന്നല്ല പറഞ്ഞു, പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇരുന്ന് ഓതും, അല്ലെങ്കിൽ അത് ഞാൻ ഓതും. പക്ഷേ അത് നമുക്ക് സാധിച്ചു കിട്ടുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, സന്തോഷം, അത് ഭയങ്കരമാവും. പക്ഷെ അത് വർഷങ്ങളൊക്കെ എടുത്തിട്ടാവട്ടെ കിട്ടൽ. നമ്മൾ അത്രയും ഓതിങ്ങാണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്രയും അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ് ചെയ്യണത്. അള്ളാഹ് നമ്മളെ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യണത്. നമ്മളത്രയും കാലപ്പഴക്കം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സാധിക്കാൻ അത്രയും എന്താ പറയുക ടൈം എടുക്കുമ്പോൾ നമ്മൾ അത്രയും അള്ളാഹിൻ്റെ അടുത്തേക്ക് അടുത്ത് അത്രയും ഓതി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ അടുക്കുകയാണ്. എനിക്കിത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക, നമ്മളാ മനസ്സിൽ ആ ഉറപ്പുണ്ടാവും, എനിക്കിത് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം പടച്ചോൻ എനിക്ക് സാധിച്ചു തരും, എൻ്റെ ബുദ്ധിമുട്ട് എന്താണോ അത് അള്ളാഹ് മാറ്റിത്തരും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, നമുക്കത് നേടാൻ പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളും ഇതൊന്ന് ഓതി നോക്കുക. ഇത് ഓതി ഫലം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.